ഉപവിഷ്ടരായിരിക്കുന്ന മഹത് വ്യക്തികളെ, ബഹുമാനിതരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞാനിന്നിവിടെ നിൽക്കുന്നത് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ്. 38ാമത് നാട്യശ്രീയിലെ അരങ്ങേറ്റം വാർഷികാഘോഷം നടക്കുന്ന വേളയിൽ ഇങ്ങനെ ഒരു ആദരവിന് എന്നെ ക്ഷണിച്ച നാട്യശ്രീ ഡയറക്ടർ ശ്രീമതി ജയശ്രീ നരിയാപുരത്തിനോട് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും ആദ്യമേ അറിയിച്ചു കൊള്ളട്ടെ. വർഷങ്ങളായി പന്തളത്ത് ആതിര നാട്യ അക്കാദമി എന്നൊരു സ്ഥാപനം ഞാൻ നടത്തി വരുന്നു. അതുപോലെ തന്നെ ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നാട്യശ്രീ എന്നൊരു നൃത്ത വിദ്യാലയം എൻ്റെ അയൽപ്പക്കമായി തന്നെ തുടർന്നു. അന്നെല്ലാവരും ഇങ്ങനെ ഒരു ടീച്ചർ ഇവിടെ തന്നെ ഒരു ഡാൻസ് സ്കൂൾ വരുവാണല്ലോ. അന്നും ഇന്ന് വരെ ഞങ്ങൾ തമ്മിൽ, അതായത് ജയശ്രീ ആയാലും ജയശ്രീയുടെ മക്കളും എല്ലാ കാര്യത്തിനും വനജ ടീച്ചർ എന്ന് പറയുന്നിടത്ത് ഒരു 100 നാവാണ്. അതായത് തീർച്ചയായിട്ടും നമ്മളെല്ലാം വിചാരിക്കേണ്ട ഒരു കാര്യം, ആര് എവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാലും കലയെ നമ്മൾ അതുപോലെ സ്നേഹിക്കുക. ഈശ്വരാധീനം ഉള്ളവർക്ക് മാത്രമേ ഈ കല കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വിരുദ്ധമായി നമ്മുടെ മനസ്സിൽ പോലും ഒരു കളങ്കം ഇല്ലാതെ വന്നാൽ ഇത് അങ്ങേയറ്റം വരെ നിലനിൽക്കും എന്നുള്ളത് ഇത്രയും വർഷത്തെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠമാണ്. അതുകൊണ്ട് എനിക്ക് ഇന്നിവിടെ അരങ്ങേറ്റം കുറിക്കുന്ന കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഒരു കല അഭ്യസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല കൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ്. നമ്മുടെ നാട്ടിലെ സംബന്ധിച്ച് 10ാം ക്ലാസ്സിൽ കയറിയോ പിന്നെ ഡാൻസ് വേണ്ട, പാട്ട് വേണ്ട, ഒന്നുമേ വേണ്ട, അതായത് കുഞ്ഞുങ്ങൾക്ക് പഠിത്തം മാത്രം മതി. ആ ഒരു ധാരണ ഇപ്പം കുറേ മാറിയിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ രക്ഷിതാക്കളും, കുട്ടികളല്ല എല്ലാ രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ ഇന്നിവിടെ അങ്ങ് പറയുകയാണ്. അതായത് ഈ കല കൈകാര്യം ചെയ്യുന്നൊരു കുട്ടിക്ക് പഠിത്തത്തിലും അതുപോലെ മികവ് കാട്ടാനുള്ള ബുദ്ധി ഈശ്വരൻ പ്രദാനം ചെയ്യും എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. ഞാൻ ഒരുപാട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിലും എൻ്റെ സന്തോഷം ഞാൻ എല്ലാവരോടും പങ്കിടുകയാണ്. പിന്നെ ഇതിലെല്ലാം ഏറ്റവും ഉപരിയായി എനിക്കിന്ന് കിട്ടിയ ഒരു ഭാഗ്യം, ശ്രീമതി അനുപമ മോഹൻ ടീച്ചറുടെ സെൻസിൽ തന്നെ ഈ ഒരു അംഗീകാരം കിട്ടാൻ അത് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. പിന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി, അതായത് നാട്യശ്രീയിലെ ഈ 38ാമത് വാർഷികം തുടർ വർഷങ്ങളിലും ഒരുപാട് ഭംഗിയായി ധാരാളം കുട്ടികളുമായി മുമ്പോട്ട് തന്നെ പോകട്ടെ, അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ അരങ്ങേറ്റം നടത്തുന്ന കുഞ്ഞുങ്ങൾ, അത് കഴിഞ്ഞ് അക്കാഡമിയിലെ വാർഷികത്തിന് സംബന്ധിച്ച് വേറെ പ്രോഗ്രാംസും എല്ലാം ഉണ്ടാവുമല്ലോ. അങ്ങനെ തുടർന്നുള്ള എല്ലാ പരിപാടികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.